വെൽക്കം ടു അത്തരാശി ഹിനോഡെ ബൈ T3 സൊല്യൂഷൻസ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 7th ഗ്രേഡ് CBSE NCERT മാത്സ് എക്സസൈസ് 9.2ലെ 12th ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് 31.4 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ റേഡിയസ് ആൻഡ് ഏരിയ ഓഫ് ദ സർക്കിൾ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് തന്നിട്ടുണ്ട്, 31.4 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് ആദ്യം ആ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം, അതിനുശേഷം ഏരിയയും കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യാം ഇത്? ഇവിടെ നോക്കാം. ഇപ്പോൾ ഇതാണ് ആ സർക്കിൾ എന്ന് വിചാരിക്കാം. ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സർക്കംഫറൻസ് എന്ന് വെച്ചാൽ എന്താ? സർക്കംഫറൻസ് എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ബൗണ്ടറി, ഇത്രയും ലെങ്ത്ത്, അതാണ് 31.4 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സർക്കംഫറൻസ് ഈക്വൽ ടു 31.4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമുക്ക് റേഡിയസ് ആണ്. റേഡിയസ് എന്ന് വെച്ചാൽ എന്താ? റേഡിയസ് എന്ന് വെച്ചാൽ ഈ ലെങ്ത്താണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലെങ്ത്ത് കണ്ടുപിടിക്കണം. ഇനി സർക്കംഫറൻസ് കാണാനുള്ള ഫോർമുല എന്താ? രണ്ട് ഫോർമുലയുണ്ട്. ഒന്ന് പൈ ഡി, മറ്റൊന്ന് 2πr. ഇവിടെ ഡി എന്ന് വെച്ചാൽ ഡയാമീറ്റർ ഓഫ് ദ സർക്കിളാണ്. എന്താ ഡയാമീറ്റർ? ഡയാമീറ്റർ എന്ന് വെച്ചാൽ ഈ ഫുൾ ലെങ്ത്ത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസിൻ്റെ ഡബിളാണ്, അതായത് 2 times റേഡിയസ് ആണ് ഡയാമീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഫോർമുലയിൽ ഡയാമീറ്ററിന് പകരം 2 times റേഡിയസ്, ദാറ്റ് ഈസ് 2 × r എന്നെഴുതാം. അപ്പോൾ ഈ ഫോർമുല എന്തായി? 2πr. അങ്ങനെയാണ് നമുക്ക് 2πr കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ സർക്കംഫറൻസിൻ്റെ ഫോർമുല നമുക്ക് 2πr എടുക്കാം, കാരണം ഇവിടെ നമുക്ക് റേഡിയസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 2πr ഈക്വൽ ടു, അത് തന്നിട്ടുണ്ട്, 31.4 സെൻറ്റിമീറ്റർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റേഡിയസിൻ്റെ വാല്യൂ കിട്ടും. അത് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ആണ്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? സർക്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഈക്വൽ ടു πr², എന്ന് വെച്ചാൽ π × r × r. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയയും കിട്ടും. ഈ സർക്കംഫറൻസിൻ്റെയും ഏരിയയുടെയും എല്ലാം ഫോർമുല എങ്ങനെയാണ് കിട്ടുന്നത്, അതിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതൊന്ന് പോയി നോക്കാം. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം എന്താ തന്നിട്ടുള്ളത് അത് എഴുതാം. സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു 31.4 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ്, നമുക്കിവിടെ ഫോർമുല എഴുതാം, 2πr ഈക്വൽ ടു 31.4 സെൻറ്റിമീറ്റർ. 2πr means 2 × π × r, that is equal to 31.4 സെൻറ്റിമീറ്റർ. ഇനി നമുക്കിവിടെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് നമുക്ക് ഈ സൈഡിൽ LHSൽ ഈ r എന്നത് മാത്രം ഇവിടെ ഉണ്ടാവണം. ദാറ്റ് ഇസ് r ഈസ് ഈക്വൽ ടു, ആദ്യം നമുക്ക് റൈറ്റ് സൈഡിൽ എന്താണോ ഉള്ളത് അതങ്ങനെ തന്നെ എഴുതാം, 31.4 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ ആറിൻ്റെ കൂടെ ഉള്ളത് 2 × π എന്നാണ്. അതിവിടെ നിന്ന് നമ്മൾ മാറ്റിയിട്ട് ഈ സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അതിങ്ങോട്ട് വരുമ്പോൾ ഡിവിഷനാവും. അപ്പോൾ ഈ 2ഉം πയും ഡിനോമിനേറ്ററിലാവും. സോ r ഈസ് ഈക്വൽ ടു 31.4 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2 × π, ദാറ്റ് ഈസ് ഈക്വൽ ടു 31.4 centimeter divided by 2 multiplied by
പൈയുടെ വാല്യൂ തന്നിട്ടുണ്ട് 3.14. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ ഈസിയായ ഒരു വഴി പറഞ്ഞുതരാം. ന്യൂമറേറ്ററിൽ 31.4 ആണ്, ഡിനോമിനേറ്ററിൽ 3.14 ഉണ്ട്. അപ്പോൾ ഇതിലെ ഡിജിറ്റ്സ് എല്ലാം സെയിം ആണ്, ഡെസിമൽ പ്ലേസ് മാത്രമേ മാറ്റമുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ, ഈ ഡിനോമിനേറ്ററിലെ നമ്പറിൻ്റെ ഡെസിമൽ പ്ലേസ് മാറ്റണം. അതായത് ഇതിനെ നമുക്ക് ഹോൾ നമ്പറിലോട്ട് മാറ്റണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 2 ഡിജിറ്റ്സ് ഉണ്ട്. 2 ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഡെസിമലിന് ശേഷം 1 ഡിജിറ്റാണ് ഉള്ളതെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂയിൽ മാറ്റമില്ലാതിരിക്കാൻ നമ്മൾ ന്യൂമറേറ്ററിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 31.4 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14. ഇവിടെ 100 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മുകളിലും അതുപോലെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 31.4 മൾട്ടിപ്ലൈഡ് ബൈ 100. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഡിജിറ്റ്സ് അതുപോലെ എഴുതാം, എന്നിട്ട് 2 സീറോസ് ഇങ്ങനെ റൈറ്റ് സൈഡിൽ എഴുതാം. അതിനുശേഷം ഡെസിമൽ ഇടണം. ഇവിടെ ഡെസിമലിന് ശേഷം 1 ഡിജിറ്റാണുള്ളത്. അപ്പോൾ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എന്ന് കൗണ്ട് ചെയ്യുക 1. അപ്പോൾ ഇവിടെ വരും നമുക്ക് ഡെസിമൽ. ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2 മൾട്ടിപ്ലൈഡ് ബൈ, ഇവിടെയും അതുപോലെ തന്നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 31400. ഇവിടെ ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ഉള്ളത് കൊണ്ട് നമുക്കിവിടെ ഡെസിമൽ മാർക്ക് ചെയ്യാൻ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് 1 2 ഇവിടെ ഡെസിമൽ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3140 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 314. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് നമുക്കിനി പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 314ഉം 3140ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അഗെയിൻ എങ്ങനെ എഴുതാം? 314 ഇൻറ്റു 10. 3140 എന്ന് വെച്ചാൽ 314 ഇൻറ്റു 10. ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 314. ഇനി കട്ട് ചെയ്യാൻ ഈസി ആയില്ലേ? ഇവിടെ ന്യൂമറേറ്ററിലൊരു 314 ഉണ്ട്, ഡിനോമിനേറ്ററിലൊരു 314 ഉണ്ട്. അത് രണ്ടും ക്യാൻസലാക്കിയാൽ പിന്നെ ന്യൂമറേറ്ററിൽ 10 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2, that is equal to 10 divided by 2, it is 5. That much centimeter. അപ്പോൾ ഈ 5 സെൻറ്റിമീറ്റർ എന്താണ്? ദറ്റ് ഈസ് റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ. ദറ്റ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. ആദ്യം നമ്മളോട് റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു, അത് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. റേഡിയസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അടുത്തത് നമുക്ക് ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല നമുക്കറിയാം ആൾറെഡി. സോ area of the circle equal to pi r square, that is equal to pi into r into r, that is equal to pi തന്നിട്ടുണ്ട്, it is 3.14 into റേഡിയസ് ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ ഇൻറ്റു 5 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.14 ഇൻറ്റു 5 5s are 25 സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് 3.14ഉം 25ഉം മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് നമുക്ക് ഡെസിമൽ ഇല്ലാതെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 314 മൾട്ടിപ്ലൈഡ് ബൈ 25. 5 4s are 20, 5 1s are 5, 5 plus 2 7, 5 3s are 15, 2 4s are 8, 2 1s are 2, 2 3s are 6. Adding 0, 8 plus 7 15, 2 plus 5 7, 7 plus 1 8, 6 plus 1 7. അപ്പോൾ നമുക്ക് 314 മൾട്ടിപ്ലൈഡ് ബൈ 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 7850 ഇത്രയും കിട്ടും. ഇനി നമുക്ക് ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യണം 1 2. അപ്പോൾ ഡെസിമൽ ഇവിടെ വരും. അപ്പോൾ 78.50 ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഈ സർക്കിളിൻ്റെ ഏരിയ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 2 പാർട്ട് കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. ഒന്ന് റേഡിയസും പിന്നെ ഏരിയയും. റേഡിയസ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്.
ഏരിയ ഓഫ് ദ സർക്കിൾ 78.50 സെൻറ്റിമീറ്റർ സ്ക്വയർ. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.